ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം, യു കെയിൽ നിന്നും. യു കെയിൽ പ്രവർത്തിക്കുന്ന ഒരു നഴ്സിംഗ് ഹോമാണ് ഗ്രീൻ കെയർ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജോർജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ജോലി പുതിയൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടു. ഗ്രീൻ കെയർ ഹോംസിലേക്ക് നിരവധി കെയറേഴ്സിനെയും നഴ്സസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന്. ആ പരസ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജോർജ് ഈ ജോലിക്ക് അപേക്ഷിച്ചു. ജോർജിന് ഈ കെയർ ഹോംസിൻ്റെ ഒരു ഇമെയിൽ വന്നു. ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ PRP കാർഡ്, കെയറായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള കുറേ തിരിച്ചറിയൽ രേഖകളൊക്കെ സമർപ്പിക്കാനായിട്ട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇമെയിലായിട്ട് അയച്ചു കൊടുത്തു. അതിനെ തുടർന്ന് ഒരു ഇൻ്റർവ്യൂ പോലും നടത്താതെ ഈ കെയർ ഹോമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇമെയിൽ വന്നു. നിങ്ങളെ ജോലിക്കായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് വിസ ഫീസായിട്ട് ഇത്ര പൗണ്ട് നിങ്ങൾ അടയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇമെയിൽ വന്നു. അത് ജോർജിന് ഒരു സംശയം തോന്നി. ജോർജ് കുറച്ച് നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ജോർജ് എന്നെ കോണ്ടാക്ട് ചെയ്തു. ജോർജ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സംശയാസ്പദമാണ്. യു കെയിലെ ഒരു സ്ഥാപനങ്ങളും ഇൻ്റർവ്യൂ നടത്താതെ അങ്ങനെ നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ജോർജ് നിരന്തരമായിട്ട് ഈ ഹോമിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇവർ കൊടുത്തിരുന്ന വെബ്സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ വെബ്സൈറ്റിലെ പല ഫോൺ നമ്പറുകൾ കൊടുത്തിരിക്കുന്നതിലൊക്കെ ജോർജ് കോണ്ടാക്ട് ചെയ്ത് നോക്കി. ഒന്നിനും ആൻസർ ഇല്ല. ഒരു നമ്പർ മാത്രം റെസ്പോണ്ട് ചെയ്തു. അത് യഥാർത്ഥത്തിലുള്ള ഗ്രീൻ കെയർ ഹോംസ് ആയിരുന്നു. ആ നഴ്സിംഗ് ഹോമിലെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ആ നഴ്സിംഗ് ഹോമുകാർ ഒരു റിക്രൂട്ട്മെൻറ്റും നടത്തുന്നില്ല എന്ന് അറിയിച്ചു. അവർക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. അവിടെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റാഫുകളുടെയൊക്കെ ഫോട്ടോ ആ വെബ്സൈറ്റിലുണ്ട്. ആ ഫോട്ടോസ് അടക്കം ഉള്ള ഒരു വ്യാജ വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ലീഗലായിട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ജോർജും തട്ടിപ്പിൽ പെട്ടില്ല എങ്കിലും ആക്ഷൻ ഫ്രോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള യു കെയിലെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈറ്റിലേക്ക് ജോർജും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഗ്രീൻ കെയർ ഹോംസിൻ്റെ ഈ ജോലി തട്ടിപ്പിന് തലവെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാവുള്ളൂ. ഇത്തരം ഡോക്യുമെൻറ്റ്സ് BRP കാർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പുകൾ നിരവധി നടക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് സ്ഥാപനം നിലവിലുള്ളതാണോ എന്നൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തലവെച്ച് കൊടുക്കാവുള്ളൂ, അവർ പറയുന്ന ഫീസ് കൊടുക്കാവുള്ളൂ. എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്നു കരുതുന്നു. പറ്റുന്ന എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.